വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. 2027 സെൻസസിനോടനുബന്ധിച്ച് ഡീലിമിറ്റേഷൻ നടപടികൾ ത്വരിതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. BJPക്ക് അനുകൂലമായി തന്നെയാണ് അവർ ചെയ്യുന്നത്. ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട നോഡൽ ഓഫീസേഴ്സുമെല്ലാം BJP പറയുന്നതിനപ്പുറത്തേക്ക് ഒരു തീരുമാനമില്ല. സുപ്രീം കോടതി പക്ഷപാതപരമായാണ് പെരുമാറുന്നത് എന്നുള്ളത് കപിൽ സിബൽ ഉൾപ്പെടെയുള്ളവർ മുദ്രകുത്തി കഴിഞ്ഞിരിക്കുകയാണ്. അത്രയും മോശമായ അവസ്ഥയിലൂടെ എങ്ങനെയാണ് സുപ്രീം കോടതിക്ക് കടന്നുപോകാൻ കഴിയുന്നത്? മുൻഗാമികളെല്ലാം നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് എടുക്കുന്ന നടപടി അതൊരിക്കലും മതേതര ഭാരതത്തിന് ഭൂഷണമല്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഈ രാജ്യത്തെ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാൻ അഭിജിത് ദീപ്കയ്ക്കും സംഘത്തിനും തോന്നിയ കാര്യം എന്താണ്? കോക്രോച്ച് ജനതാ പാർട്ടി എന്ന രീതിയിൽ അവർ ഇന്ത്യ മുന്നണിയുമായി കൈകോർത്തു തന്നെയാണ് പ്രതിഷേധ പരിപാടികൾ നടത്തുന്നത്. അവരുടെ അടുത്ത ലക്ഷ്യം ഡീലിമിറ്റേഷൻ നടപടികളെ എതിർക്കുക എന്നുള്ളതാണ്. ഒന്നുകിൽ സത്യസന്ധമായി GDPയുടെ കൂടി കണക്കെടുത്തുകൊണ്ട് വെറും ജനസംഖ്യയുടെ പേരിലല്ല നടത്തേണ്ടത്. ജനസംഖ്യാ നിയന്ത്രണം ഏറ്റവും ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളവും തമിഴ്നാടും ആന്ധ്രയും കർണാടകയുമൊക്കെ പമ്പര വെട്ടികളാക്കുന്ന കാഴ്ചയാണോ കാണേണ്ടത്? 10 കൊല്ലം മുൻപുള്ള കർണാടകയുടെ ജനസംഖ്യയല്ല ഇപ്പോഴുള്ളത്. അതിൽ നിന്നും ഒരു 15-20 ലക്ഷം പേരായിരിക്കും 10 കൊല്ലം കഴിഞ്ഞപ്പോൾ കൂടിയത്. എന്നാൽ ഉത്തർപ്രദേശിലോ 16 കോടിയായിരുന്ന ജനസംഖ്യ 25 കോടിയായി. അവർക്ക് അധികം 100 മണ്ഡലം അനുവദിക്കണമെന്ന് പറഞ്ഞാൽ അത് എന്ത് നിയമമാണ്? അപ്പോൾ ഏറ്റവും ഭംഗിയായി ഫാമിലി പ്ലാനിംഗ് നടപ്പിലാക്കിയവരെല്ലാം കഴുതകളാകുന്ന കാഴ്ചയല്ലേ നമ്മുടെ ഭാരതം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്? 888 ലോക്സഭാ അംഗങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന പുതിയ മന്ദിരമാണ് സർക്കാർ പണിയിച്ചത്. എന്നാൽ ആ മന്ദിരത്തിൽ കൂടുതലും ഇരിക്കേണ്ടത് UP-ക്കാരും ബീഹാറികളുമാണ് എന്നുള്ളത് ഏത് നിയമമാണ് എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. വർഗീയത ഏറ്റവും കൂടുതൽ ആളിക്കത്തിക്കാൻ കഴിയുന്നത് ഉത്തര ഭാരതത്തിലാണെന്ന് നിസ്സംശയം അവർക്കറിയാം. അവർക്ക് ഒറ്റ ബുദ്ധിയാണ്. അവരെ ഒരു രീതിയിലും പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല. സത്യാവസ്ഥകൾ പറഞ്ഞു കൊടുത്താൽ അത് എത്ര പേർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമെന്ന് അറിയില്ല. അവർ രാജ്യത്തിൻ്റെ ഓളം എന്താണ് അതിനോടൊപ്പം നിൽക്കും. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി BJPയുടെ കൊള്ളകൾ ജനങ്ങളെ മനസ്സിലാക്കിയിട്ടല്ല അവരോടൊപ്പം ജനങ്ങളെ എത്തിക്കുന്നത്. സമാജ്വാദി പാർട്ടി പ്രവർത്തനം മികവാർന്ന രീതിയിൽ കൊണ്ടുപോകുന്നത് കൊണ്ട് മാത്രമാണ്. അതായത് ജനങ്ങൾക്ക് ഇപ്പോഴും തിരിച്ചറിവില്ല. അയോധ്യയിൽ വഞ്ചിക്കപ്പെട്ടത് തങ്ങളുടെ വിശ്വാസി സമൂഹത്തെ ആണ് എന്ന്. അതാണ് BJPയുടെ കുടിലബുദ്ധി എന്ന് പറയുന്നത്. ഏതായാലും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കോൺഗ്രസും അതുപോലെ തന്നെ അഭിജിത് ദീപ്കയും നീങ്ങുന്നത്. ഡീലിമിറ്റേഷനിലൂടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾക്ക് ഏറ്റവും കുറഞ്ഞ പക്ഷം അവരുടെ ക്ഷേമ പെൻഷൻ നടപ്പിലാക്കുക. GSTയിലൂടെ വലിയ രീതിയിൽ നികുതി വെട്ടിച്ചെടുക്കുന്ന കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനും BJPയുടെ നേതൃത്വവും ഒന്ന് മനസ്സിലാക്കണം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഇന്ത്യയുടെ GDPയെ താങ്ങി നിർത്തുന്നത് എന്ന്.